മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. സംഘപരിവാറിൻ്റെ കമൻറ്റ് തൊഴിലാളികൾ ഞങ്ങളുടെ വീഡിയോകളുടെ കീഴിലെല്ലാം വന്ന് ശാഖയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളുകൾ ഒട്ടിച്ചു വയ്ക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. അങ്ങനെയുള്ള സംഘപരിവാറിൻ്റെ ഒരു കമൻറ്റ് തൊഴിലാളിയായ മനോജ എം എന്ന വ്യക്തി ഒട്ടിച്ച ഒരു കമൻ്റാണ് നിങ്ങളീ കാണുന്നത്. ഭാരതം എത്ര വികസിതമായിരുന്നു എന്നറിയാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഇവിടുത്തെ പടുകൂറ്റൻ ക്ഷേത്രങ്ങൾ നോക്കിയാൽ മാത്രം മതി എന്നാണ് ആ പൊട്ടൻ സംഘി പറയുന്നത്. ബുദ്ധിയും ബോധവും ഏഴയലത്തുകൂടി പോയിട്ടില്ലാത്ത എല്ലാ സംഘികളും ഈയൊരു കാര്യം പറയുന്നത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. അധികവും ഫേസ്ബുക്കിലാണ് കണ്ടിരിക്കുന്നത്. ഈ മണ്ടത്തരത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നതിനാലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ മറുപടി പലരുടെയും കുരുപൊട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും പറയാതെ നിർവാഹമില്ല. സത്യം പറയുമ്പോൾ വികാരം വ്രണപ്പെട്ടിട്ട് കാര്യമില്ല. ചരിത്ര വസ്തുതകളെ നമ്മൾ യുക്തിഭദ്രമായി വിലയിരുത്തണം. അവിടെ വൈകാരികതയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് ഈ കുരുപൊട്ടുന്നവർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇവരുടെ ഈ വാദത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാക്കാൻ നമ്മൾ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടേണ്ടതുണ്ട്. ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരം ലഭിക്കുന്നതനുസരിച്ച് ചാണകസംഖ്യകളുടെ ഈ വാദത്തിൻ്റെ അപഹാസ്യത നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ഒന്നാമത്തെ ചോദ്യം, വലിയ വലിയ നിർമ്മിതികൾ വികസനത്തിൻ്റെ അളവുകോലാകുമോ എന്നതാണ്. വികസനം എന്ന വാക്ക് പലപ്പോഴും കാഴ്ച വസ്തുക്കളുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. വമ്പൻ കെട്ടിടങ്ങൾ, ആകാശത്തെ വെല്ലുവിളിക്കുന്ന സ്മാരകങ്ങൾ, നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ശിലാസൃഷ്ടികൾ ഇവയെല്ലാം വികസനത്തിൻ്റെ അടയാളങ്ങളാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്നാൽ വികസനം എന്നത് സാധാരണക്കാരൻ്റെ ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമാണ്. അല്ലാതെ ഭരണാധികാരികളുടെ പൊങ്ങച്ചം കല്ലിൽ കൊത്തിവെച്ചതല്ല. പഴയകാലത്തെ വലിയ കെട്ടിടങ്ങളും സ്മാരകങ്ങളും ഒരു രാജ്യത്തിൻ്റെ വികസനത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന കാര്യം സംഖ്യകൾക്കറിഞ്ഞുകൂടാ. അവിടുത്തെ ഭരണകൂടത്തിന് സാധാരണ ജനങ്ങളുടെ മേലുണ്ടായിരുന്ന അമിതാധികാരത്തെയും സമ്പത്തിൻ്റെ കേന്ദ്രീകരണത്തെയുമാണ് യഥാർത്ഥത്തിൽ അത് സൂചിപ്പിക്കുന്നത്. ലോകചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും വലിയ നിർമ്മിതികൾ പലതും ഉണ്ടായിട്ടുള്ളത് ഏകാധിപത്യ ഭരണകൂടങ്ങൾക്ക് കീഴിലാണ് എന്ന് കാണാം. ഉദാഹരണത്തിന് നമുക്ക് ഈജിപ്തിലെ പിരമിഡുകൾ തന്നെ എടുക്കാം. സംഖ്യകളുടെ ലോജിക്ക് വെച്ച് നോക്കിയാൽ ഫറവോമാരുടെ ഈജിപ്ത് പുരാതന ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രമായിരുന്നു എന്ന് കരുതേണ്ടി വരും. 1000 ആണ്ടുകൾക്കിപ്പുറവും തല ഉയർത്തി നിൽക്കുന്ന പിരമിഡുകൾ സാങ്കേതിക വിദ്യയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെയും വിസ്മയങ്ങളാണ്. എന്നാൽ അവ പടുത്തുയർത്തിയത് അടിമകളുടെ ചോരയിലും കണ്ണീരിലും പട്ടിണിയിലുമായിരുന്നു. ഫറവോമാർക്ക് വേണ്ടി പാവപ്പെട്ട അടിമകൾ മരുഭൂമിയിൽ കല്ല് ചുമന്ന് മരിച്ചു വീണുണ്ടാക്കിയ ആ നിർമ്മിതികളെ നോക്കി പ്രാചീന ഈജിപ്തിലെ ജനങ്ങൾ അതീവ സന്തുഷ്ടരും സമ്പന്നരുമായിരുന്നു എന്ന് സുബോധമുള്ള ആരെങ്കിലും പറയുമോ? ആരെങ്കിലും പറയുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും പറയുകയില്ല. പ്രാചീന ഈജിപ്ഷ്യൻ ഭരണാധികാരികളുടെ മരണാനന്തര പ്രതാപത്തിനു വേണ്ടി ജീവനുള്ള മനുഷ്യരെ ചവിട്ടിമെതിച്ചിരുന്ന ഒരവസ്ഥയെ അല്ലെങ്കിൽ ഒരു സാമൂഹിക സംവിധാനത്തെ എങ്ങനെയാണ് വികസനം എന്ന് വിളിക്കുക? ഇതേ അളവുകോൽ ഇന്ത്യയിലും ബാധകമാണ്. ഉദാഹരണത്തിന് നമുക്ക് താജ്മഹൽ എടുക്കാം. ലോകാത്ഭുതങ്ങളിൽ ഒന്നായി മാറിയ ഈ ശിലാസൃഷ്ടി ഷാജഹാന്റെ സ്നേഹത്തിൻ്റെ പ്രതീകമെന്ന് പറയപ്പെടുന്നു. എന്നാൽ ആ സ്നേഹം പണിതുയർത്തിയത് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ അധ്വാനത്തിലും വേദനയിലുമാണ്. താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് പറയുമ്പോഴും അത് ഷാജഹാൻ എന്ന ചക്രവർത്തിയുടെ പ്രണയത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ധൂർത്തായിരുന്നു എന്ന വിമർശനം ഇതേ സംഖ്യകൾ തന്നെ ഉന്നയിക്കാറുണ്ട്. ആ വിമർശനത്തിൽ കഴമ്പുണ്ട് കേട്ടോ, വസ്തുതയുണ്ട്. ഈ കാര്യം സംഖ്യകൾ പറഞ്ഞാലും അംഗീകരിക്കണമല്ലോ. താജ്മഹൽ നിർമ്മിക്കപ്പെട്ട കാലത്തെ സാധാരണ ജനതയുടെ ദാരിദ്ര്യവും അത് പണിയാൻ വേണ്ടിയുള്ള കനത്ത നികുതിഭാരവും നാം വിസ്മരിച്ചുകൂടാ. പ്രജകളുടെ ക്ഷേമത്തേക്കാൾ ഉപരിയായി
സ്വന്തം വികാരങ്ങൾക്ക് സ്മാരകം പണിയാൻ ഖജനാവ് ഉപയോഗിച്ച ഭരണാധികാരിയുടെ നടപടി വികസനമല്ല, അധികാരത്തിൻ്റെ ധൂർത്താണ് എന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു ഭരണാധികാരിയുടെ സ്വകാര്യ വികാരത്തിൻ്റെ സ്മാരകമാണ് ഒരു സമൂഹത്തിൻ്റെ വികസനമെന്ന് പറയുന്നത്. വികസനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ താജ്മഹലിനെതിരെ വിമർശനം ഉയർത്തുന്ന അതേ സംഖ്യകൾ പുരാതന ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മലക്കം മറിയും. വലിയ വലിയ ക്ഷേത്രങ്ങൾ, പടുകൂറ്റൻ ക്ഷേത്രങ്ങൾ പുരാതന ഇന്ത്യയുടെ വികസനത്തിന് തെളിവാണ് എന്നവർ വാദിക്കും. എന്നാൽ വസ്തുത എന്താണ്? ഇവിടുത്തെ രാജാക്കന്മാർ തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനും താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയാണ് ഇത്തരം പടുകൂറ്റൻ ക്ഷേത്രങ്ങൾ പണിതത്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രമായാലും കൊണാർക്കിലെ സൂര്യക്ഷേത്രമായാലും അല്ല തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമായാലും അതെല്ലാം രാജാക്കന്മാരുടെ പവർ സിംബലുകളായിരുന്നു. അതായത് അധികാരത്തിൻ്റെ അടയാളങ്ങളായിരുന്നു, അല്ലാതെ ജനക്ഷേമ പദ്ധതിയൊന്നും ആയിരുന്നില്ല. യഥാർത്ഥ വികസനം എന്നത് കെട്ടിടങ്ങളുടെ വലുപ്പമല്ല, മറിച്ച് ആ കെട്ടിടങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ ജീവിത നിലവാരമാണ്. ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, സാക്ഷരത, പോഷകാഹാരം തുടങ്ങിയ പല കാര്യങ്ങളുമാണ് വികസനത്തിൻ്റെ മാനദണ്ഡങ്ങൾ. ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള കല്ലുകൾ ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ കയറ്റാൻ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അതേ നാട്ടിലെ ഗർഭിണികൾ പ്രസവത്തിൽ മരിക്കാതിരിക്കാനോ അധ്വാനഭാരം ലഘൂകരിക്കാനോ പാവപ്പെട്ടവരുടെ പട്ടിണി മാറ്റാനോ ഉള്ള സാങ്കേതിക വിദ്യ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയല്ല, ഇവിടെ ഈ നാട്ടിൽ. ഇവിടെയുള്ളവർ കല്ലിൽ അത്ഭുതങ്ങൾ തീർത്തപ്പോഴും മനുഷ്യജീവിതം ദുരിതപൂർണമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ ചോദ്യം, അടിമപ്പണിയിലൂടെ കെട്ടിപ്പടുത്ത സ്മാരകങ്ങളെ വികസനം എന്ന് വിളിക്കാമോ എന്നതാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ പ്രത്യേകിച്ച് ഗുപ്ത കാലഘട്ടം മുതലുള്ള രേഖകളിൽ ആവർത്തിച്ച് കാണുന്നൊരു വാക്കാണ് വിഷ്ടി എന്നത്. വിഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം നിർബന്ധിത തൊഴിൽ അഥവാ ഊഴിയ വേല എന്നാണ്. ലളിതമായി പറഞ്ഞാൽ കൂലിയില്ലാതെ മനുഷ്യരെ കൊണ്ട് നിർബന്ധിതമായി പണിയെടുപ്പിക്കുന്ന രീതിയാണിത്. ജാതിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പേരിൽ സമൂഹത്തിലെ താഴേക്കിടയിലുള്ള മനുഷ്യരെ അടിമകളെപ്പോലെ പണിയെടുപ്പിക്കുന്ന ക്രൂരമായ വ്യവസ്ഥയായിരുന്നു അത്. രാജാവിനോ ജന്മിക്കോ ക്ഷേത്രത്തിനോ വേണ്ടി പ്രതിഫലമില്ലാതെ പണിയെടുക്കാൻ ഗ്രാമവാസികൾ നിർബന്ധിതരായിരുന്നു. വമ്പൻ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം നടക്കുമ്പോൾ കൃഷിപ്പണിയൊക്കെ മാറ്റിവെച്ച് കർഷകർ കല്ല് ചുമക്കാനും പണി ചെയ്യാനും പോകണമായിരുന്നു. ഇതിനവർക്ക് കൂലി ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും സ്വന്തം കൃഷി നശിക്കുകയും അവർ പട്ടിണിയിലാവുകയും ചെയ്തിരുന്നു. ഇതിനെ ഭക്തിയുടെ പേരിൽ ന്യായീകരിക്കുന്നത് ചരിത്രത്തോടുള്ള വഞ്ചനയാണ്. ഇത് സ്വമേധയാ ഉള്ള സേവനമായിരുന്നില്ല, അതായത് ഒരു വളണ്ടറി സർവീസ് ആയിരുന്നില്ല. മറിച്ച് ഭരണകൂടത്തിൻ്റെ ചാട്ടവാറടിയും കാരാഗൃഹവാസവും ഭയന്ന് അവർ നടത്തിയ നിർബന്ധിത സേവനമായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനായി ആയിരക്കണക്കിന് മനുഷ്യരുടെ അധ്വാന ശക്തി സൗജന്യമായി ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചൂഷണമാണ് നമ്മൾ ഇന്ന് കാണുന്ന വലിയ ഗോപുരങ്ങളായും ശില്പങ്ങളായും മാറിയിരിക്കുന്നത്. ആ കല്ലുകൾക്കിടയിൽ ചേർത്ത് വച്ചിരിക്കുന്നത് കുമ്മായം മാത്രമല്ല, കൂലി നിഷേധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചോരയും വിയർപ്പും കണ്ണീരും കൂടിയാണ്. യഥാർത്ഥ വികസനം അളക്കേണ്ടത് വലിയ കെട്ടിടങ്ങളിലല്ല, മറിച്ച് മനുഷ്യൻ്റെ തൊഴിൽ സ്വാതന്ത്ര്യത്തിലാണ്. താൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ കൂലി ലഭിക്കാനും താല്പര്യമില്ലാത്ത ജോലി നിരസിക്കാനുമുള്ള അവകാശം മനുഷ്യനുണ്ടാകണം. ഇതില്ലാത്ത സമൂഹം എത്ര വലിയ കെട്ടിടം പണിതാലും അത് വികസനമാകില്ല സംഘി. അവിടെ നടക്കുന്നത് മനുഷ്യശേഷിയുടെ വളർച്ചയല്ല, മറിച്ച് ചൂഷണമാണ് എന്നുള്ള കാര്യം സംഘികൾക്ക് മനസ്സിലാവുകയില്ല. ഈ ക്ഷേത്രങ്ങളുടെ ഭംഗിയും ശില്പവേലകളും കണ്ട് നാം അത്ഭുതപ്പെടാറുണ്ട്. എന്നാൽ ആ കല്ലുകൾക്ക് പിന്നിൽ പാവപ്പെട്ട മനുഷ്യരുടെ ചോരയും വിയർപ്പും കണ്ണുനീരും ഉണ്ടെന്നുള്ള കാര്യം നാം പലപ്പോഴും ഓർക്കാറില്ല. ഓരോ കല്ലും ഉയർന്നത് മനുഷ്യ ജീവിതങ്ങളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ്. മനുഷ്യൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ് വികസനമെങ്കിൽ ഊഴിയ വേലയിലൂടെ പണിത കെട്ടിടങ്ങളെ വികസനമായി കാണാൻ കഴിയില്ല. ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളിക്ക് കൂലി കൊടുക്കാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസനമല്ല, മറിച്ച് സാമ്പത്തിക തകർച്ചയാണ് ഉണ്ടാക്കുക. കാരണം തൊഴിലാളിയുടെ കയ്യിൽ പണം കിട്ടിയാലേ അവൻ വിപണിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങൂ, എങ്കിലേ സമ്പദ് വ്യവസ്ഥ ചലനാത്മകമാകൂ. എന്നാൽ
ക്ഷേത്ര നിർമ്മാണങ്ങളിൽ സംഭവിച്ചത് സമ്പത്തിൻ്റെ ഒഴുക്കല്ല, മറിച്ച് മനുഷ്യശേഷിയുടെ ഏകപക്ഷീയമായ ചൂഷണമാണ്. അതുകൊണ്ട് ആ വലിയ ക്ഷേത്രങ്ങൾ സമ്പന്നമായ ഒരു സമൂഹത്തെയല്ല, മറിച്ച് അടിമത്തം നിറഞ്ഞ ഒരു തൊഴിൽ വ്യവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ കൂറ്റൻ ക്ഷേത്രങ്ങളെല്ലാം വലിയ ചരിത്ര സ്മാരകങ്ങളോ കലാസൃഷ്ടികളോ ഒക്കെ ആകാം. പക്ഷേ ഇവ നിർമ്മിക്കപ്പെട്ട സാഹചര്യം അങ്ങേയറ്റം പ്രാകൃതമായിരുന്നു. അടിമത്തത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഒന്നിനെയും മഹത്വം എന്ന് വിളിക്കാനാവില്ല. അത് അടിച്ചമർത്തലിൻ്റെ തെളിവുകൾ മാത്രമാണ് എന്ന് സംഘികൾ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ തയ്യാറാകണം. മൂന്നാമത്തെ ചോദ്യം, പണിതവന് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങൾ ആർക്കു വേണ്ടിയാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. വികസനം ആർക്കു വേണ്ടി എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. വലിയ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും പണിതുയർത്തിയത് ആർക്കുപയോഗിക്കാനാണ്? ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ക്രൂരതയും ആർഷഭാരതത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. സ്വന്തം കൈകൊണ്ടൊരു ക്ഷേത്രം പണിതുയർത്തിയ തൊഴിലാളിക്ക് പണി പൂർത്തിയായാൽ അതിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. തഞ്ചാവൂർ ക്ഷേത്രം പണിയുമ്പോൾ അതിൻ്റെ ഉന്നതമായ ഗോപുരത്തിന് മുകളിൽ കല്ല് വെച്ചതും അതിലെ അതിമനോഹരമായ ശില്പങ്ങൾ കൊത്തിയതും വിശ്വകർമ്മജരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ജാതികളിൽ പെടുന്ന ആളുകളാണ്, ശില്പികളാണ്. എന്നാൽ പണി പൂർത്തിയായി പ്രതിഷ്ഠ കഴിഞ്ഞാൽ പിന്നെ ആ ശില്പികൾക്ക് ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ശില്പികളെയും തൊഴിലാളികളെയും അശുദ്ധരെന്ന് മുദ്രകുത്തി ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിർത്തി. ആധുനിക കാലത്ത് ഒരു കെട്ടിടം പണിയുന്ന തൊഴിലാളിക്ക് അത് ഉദ്ഘാടനം ചെയ്ത ശേഷം ആ കെട്ടിടത്തിനകത്ത് കയറാൻ വിലക്കില്ല. എന്നാൽ ആർഷഭാരതത്തിൽ കല്ലിനെ ദൈവമാക്കുന്ന ശില്പി പണി കഴിയുമ്പോൾ അയിത്തക്കാരനായി മാറുന്നു. അവൻ്റെ നിഴൽ പോലും ക്ഷേത്രത്തിൽ വീഴാൻ പാടില്ലായിരുന്നു. തൊഴിൽ ചെയ്യുന്നവനെ ആദരിക്കുക എന്ന മൗലികമായ തത്വം ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. താൻ കൊത്തിയുണ്ടാക്കിയ ആ ദൈവത്തെ ദർശിക്കാനോ ആ ക്ഷേത്രമുറ്റത്ത് നിൽക്കാനോ സ്വന്തം സൃഷ്ടിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കാനോ പോലും അനുവാദമില്ലാത്ത അവസ്ഥയെ വികസനമെന്നല്ല അനീതി എന്നാണ് വിളിക്കേണ്ടത്. യഥാർത്ഥ വികസനം എന്നത് എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ്. പണിയെടുക്കുന്നവന് കൂടി അതിൻ്റെ ഗുണം ലഭിക്കുമ്പോഴേ അത് പുരോഗതിയാകൂ. എന്നാൽ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. സാധാരണക്കാരുടെ അധ്വാനം ഊറ്റിയെടുത്ത് അതിൻ്റെ ഗുണം ഉന്നത കുലജാതർ മാത്രം അനുഭവിച്ചു. അതുകൊണ്ട് പണിതവന് കയറാൻ പറ്റാത്തൊരു കെട്ടിടം വികസനത്തിൻ്റെ അടയാളമല്ല, അത് അവകാശ നിഷേധത്തിൻ്റെ സ്മാരകമാണ്. വികസനം അളക്കേണ്ടത് കെട്ടിടത്തിൻ്റെ ഉയരം നോക്കിയല്ല, മനുഷ്യന് ലഭിക്കുന്ന നീതി നോക്കിയായിരിക്കണം. ഈ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ സാമൂഹികമായ വിഭജനത്തിൻ്റെ കോട്ടകളായിരുന്നു. ബ്രാഹ്മണർക്കും രാജകുടുംബാംഗങ്ങൾക്കും മാത്രം പ്രവേശനമുണ്ടായിരുന്ന, ബാക്കിയുള്ളവരെ പുറത്തു നിർത്തിയിരുന്ന ഇടങ്ങൾ. അറിവും കലയും കൈവശമുണ്ടായിരുന്നിട്ടും ജാതിയുടെ പേരിൽ മാത്രം മാറ്റി നിർത്തപ്പെട്ട ആ ശില്പികളുടെയും തൊഴിലാളികളുടെയും അപമാനത്തിൻ്റെ സ്മാരകങ്ങൾ കൂടിയാണ് ഈ പടുകൂറ്റൻ ക്ഷേത്രങ്ങൾ. നിർമ്മിച്ചവനെ പുറത്താക്കുന്ന ഒരു സിസ്റ്റത്തെ വികസനമെന്നല്ല മനുഷ്യത്വവിരുദ്ധം എന്നാണ് വിളിക്കേണ്ടത്. സംഖ്യകൾ അക്കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കണം. നാലാമത്തെ ചോദ്യം, ദൈവങ്ങൾക്ക് കരിങ്കൽ കൊട്ടാരങ്ങളും മനുഷ്യർക്ക് മൺകുടിലുകളുമോ എന്നുള്ളതാണ്. ഈ പുരാവസ്തു ഗവേഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നവയിൽ ഭൂരിഭാഗവും ക്ഷേത്രങ്ങളുടെയോ കൊട്ടാരങ്ങളുടെയോ അവശിഷ്ടങ്ങളാണ്. എന്തുകൊണ്ട് 1000 വർഷം മുൻപുള്ള സാധാരണക്കാരൻ്റെ വീടുകൾ ഈ ആർക്കിയോളജിയിൽ കിട്ടുന്നില്ല, കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്നില്ല? ഉത്തരം ലളിതമാണ്. ദൈവങ്ങൾക്കും രാജാക്കന്മാർക്കും താമസിക്കാൻ കരിങ്കല്ലും മാർബിളുകളും ഉപയോഗിച്ചപ്പോൾ 90% വരുന്ന സാധാരണക്കാരായ ജനത താമസിച്ചിരുന്നത് മണ്ണുകൊണ്ടും വൈക്കോൽ കൊണ്ടും ഉണ്ടാക്കിയ കുടിലുകളിലായിരുന്നു. അത് കാലത്തെ അതിജീവിച്ചില്ല. ഇത് കാണിക്കുന്നത് ഭീകരമായ സാമ്പത്തിക അസമത്വത്തെയാണ്. വിഭവങ്ങളുടെ വിതരണം എത്രത്തോളം അനീതിപൂർണമായിരുന്നു, അനീതി നിറഞ്ഞതായിരുന്നു എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിലെ മൊത്തം സമ്പത്ത് അല്ലെങ്കിൽ മിച്ച മൂല്യം മുഴുവൻ ഒരു ക്ഷേത്രത്തിലേക്കോ കൊട്ടാരത്തിലേക്കോ ഒഴുകുകയായിരുന്നു അക്കാലത്ത്. ജനങ്ങൾക്ക് സുരക്ഷിതമായ പാർപ്പിടമോ വൃത്തിയുള്ള ചുറ്റുപാടോ നൽകുന്നതിൽ അന്നത്തെ ഭരണകൂടം പരാജയമായിരുന്നു. ആർഷഭാരതത്തിൽ ദൈവങ്ങളുടെ ഭവനങ്ങൾ വലുതാകും തോറും മനുഷ്യരുടെ ഭവനങ്ങൾ ചെറുതായിക്കൊണ്ടിരുന്നു.
ഇന്നത്തെ കാലത്ത് ഒരു രാജ്യം വികസിതമാണോ എന്ന് നോക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം, പല മാനദണ്ഡങ്ങളുണ്ട്, അതിലൊരു മാനദണ്ഡം അവിടുത്തെ ചേരികളും അവിടുത്തെ മണിമാളികകളും തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടി പരിഗണിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയിൽ വന്നപ്പോൾ, അതായത് ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഗുജറാത്തിലെ ചേരികളൊക്കെ നമ്മുടെ മൈ ഫ്രണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് 1640 അടി നീളമുള്ള മതിൽ കെട്ടി മറച്ചത്. ഇന്ത്യ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള മോദി ഗവൺമെൻറ്റിൻ്റെ തള്ള് തെറ്റാണെന്ന് ട്രംപിന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയുള്ള പൊടിക്കൈകളായിരുന്നു അതൊക്കെ. അക്കാലത്ത് അതെല്ലാം പത്രങ്ങളിൽ വാർത്തകളായിട്ട് വന്നിരുന്നു. പഴയ ഇന്ത്യയിൽ അവിടുത്തെ ചേരികളും അവിടുത്തെ മണിമാളികകളും തമ്മിലുള്ള അന്തരം വളരെ വലുതായിരുന്നു. ചുറ്റും പട്ടിണിയും ദാരിദ്ര്യവും കുടിലുകളും നിറഞ്ഞു നിൽക്കുമ്പോൾ നടുക്ക് തലയുയർത്തി നിൽക്കുന്ന സ്വർണം പൂശിയ ഗോപുരങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങൾ യഥാർത്ഥത്തിൽ ആ സമൂഹത്തിൻ്റെ ദാരിദ്ര്യത്തെയാണ് പരിഹസിച്ചിരുന്നത്. ഭൂരിപക്ഷത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ച് ന്യൂനപക്ഷത്തിനു വേണ്ടി നടത്തിയ ധൂർത്തായിരുന്നു ആ ക്ഷേത്ര നിർമ്മിതികളെല്ലാം തന്നെ. ഒരു സമൂഹം പണം എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നതിലാണ് അവരുടെ മുൻഗണന വ്യക്തമാകുന്നത്. ആർഷസംസ്കാരത്തിൽ പ്രാധാന്യം നൽകിയിരുന്നത് മനുഷ്യജീവിതങ്ങൾക്കായിരുന്നില്ല, ദൈവവിശ്വാസങ്ങൾക്കായിരുന്നു. ദൈവങ്ങൾക്ക് കൊട്ടാരങ്ങൾ പണിതവർ സാധാരണ മനുഷ്യന് ഉറപ്പുള്ള ഒരു വീട് പോലും നൽകാൻ തയ്യാറായില്ല. ഇത് വികസനത്തിൻ്റെ ലക്ഷണമല്ല, മറിച്ച് വലിയ സാമ്പത്തിക അസമത്വത്തിൻ്റെ തെളിവാണ്. യഥാർത്ഥ വികസനം തുടങ്ങേണ്ടത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, വീട്, സുരക്ഷ എന്നിവ ഉറപ്പാക്കിക്കൊണ്ടാണ്. എന്നാൽ മതപരമായ ആഡംബരങ്ങൾക്കായി മനുഷ്യൻ്റെ ആവശ്യങ്ങളെ ബലികഴിക്കുന്നതായിരുന്നു ആർഷഭാരത സംസ്കാരം. ദൈവങ്ങളുടെ മഹത്വം ഉയർത്താൻ മനുഷ്യൻ്റെ ജീവിത നിലവാരം തകർക്കുന്ന ഒരു സമൂഹത്തെ വികസിത സമൂഹമെന്ന് വിളിക്കാൻ ബുദ്ധിയും ചിന്താശേഷിയുമുള്ളവർക്ക് പറ്റുകയില്ല. അതുകൊണ്ട് കല്ലിൽ ദൈവങ്ങളും മണ്ണിൽ മനുഷ്യരും എന്നത് വെറുമൊരു സാഹിത്യ ഭാഷയല്ല, അത് ആർഷ സംസ്കാര കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കൊടും ക്രൂരതയുടെ നേർചിത്രമാണ്. അഞ്ചാമത്തെ ചോദ്യം, നിലവറകളിൽ പൂട്ടിയിട്ട സമ്പത്ത് നാടിന് ഗുണം ചെയ്തോ എന്നുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വമനുസരിച്ച് പണം ഒഴുകുമ്പോഴാണ് സമ്പദ്ഘടന വളരുന്നത്. അതായത് ഒരു നാട് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പണം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡി എന്നത് പണത്തിൻ്റെ നിരന്തരമായ വിനിമയമാണ്. എന്നാൽ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ ചെയ്തത് സമ്പത്തിനെ മരവിപ്പിക്കലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും മറ്റും നിലവറകളിൽ കണ്ടെത്തിയ ടൺ കണക്കിന് സ്വർണവും രത്നങ്ങളും നിഷ്ക്രിയ ആസ്തികളാണ്, ഡെഡ് അസറ്റ്. അതാണ് നൂറ്റാണ്ടുകളായി ഇരുട്ടുമുറിയിൽ കിടന്ന ഈ സമ്പത്ത് കൊണ്ട് രാജ്യത്തിന് യാതൊരു ഗുണവും ഉണ്ടായില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്വർണവും പണവും അക്കാലത്ത് വിപണിയിൽ ഇറക്കിയിരുന്നെങ്കിലോ? അതുപയോഗിച്ച് റോഡുകളും കനാലുകളും സ്കൂളുകളും സർവകലാശാലകളും ആശുപത്രികളും തുറമുഖങ്ങളും ജലസേചന സൗകര്യങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നെങ്കിലോ? എങ്കിൽ ഇന്ത്യയുടെ മുഖച്ഛായ മാറുമായിരുന്നു, വ്യാപാരം വർദ്ധിക്കുമായിരുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു, വിദ്യാസമ്പന്നരായ ഒരു ജനത ഉണ്ടാകുമായിരുന്നു. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയും കാണിക്കയും ക്ഷേത്രങ്ങളിലെ ഇരുട്ടറകളിലേക്ക് മാറ്റപ്പെട്ടു. അത് പിന്നീട് ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം സ്തംഭിച്ചുപോയി. ഇന്ത്യ ഒരു സ്വർണ്ണപക്ഷിയായിരുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, ആ സ്വർണ്ണപക്ഷി ക്ഷേത്രത്തിലെ ലോക്കറിൽ ബന്ധനസ്ഥയായിരുന്നു എന്നതാണ്. അതിന് ഒരിക്കലും പറക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതിയായും കാണിക്കയായും ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം സമൂഹത്തിലേക്ക് തിരികെ വന്നില്ല, മറിച്ച് അത് ഇരുട്ടുമുറികളിൽ കെട്ടിക്കിടന്ന് നശിച്ചു. സമ്പത്ത് പൂഴ്ത്തിവെക്കുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. യൂറോപ്പിൽ നവോത്ഥാന കാലത്ത് പണം ശാസ്ത്രത്തിനും പര്യവേഷണങ്ങൾക്കും വ്യവസായത്തിനും വേണ്ടി മുടക്കിയപ്പോൾ ഇന്ത്യയിൽ അത് ദൈവങ്ങൾക്ക് ചാർത്താനും ക്ഷേത്ര ഭണ്ഡാരങ്ങളിലും നിലവറകളിലും സൂക്ഷിച്ചു വയ്ക്കാനും ഉപയോഗിച്ചു. ഈ സാമ്പത്തിക വിഡ്ഢിത്തരത്തെയാണ് നമ്മളിന്ന് മഹത്തായ പൈതൃകം എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. വികസനം എന്നത് സാമൂഹിക നിക്ഷേപമാണ്, അല്ലാതെ മതസ്ഥാപനങ്ങളിലെ ഭണ്ഡാര സംരക്ഷണമല്ല.
ഒരു സമൂഹം അതിൻ്റെ സമ്പത്ത് മനുഷ്യശേഷി വളർത്താൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവിടെ സമ്പത്തുണ്ടെങ്കിലും വികസനം എന്ന് പറഞ്ഞ സംഗതിയില്ല. ഇന്ന് ഹിന്ദുക്കൾ അഭിമാനിക്കുന്ന ക്ഷേത്രങ്ങളിലെ സമ്പാദ്യം യഥാർത്ഥത്തിൽ ഒരു വലിയ സാമ്പത്തിക അബദ്ധത്തിൻ്റെ സ്മാരകമാണ്. അതിനാൽ ക്ഷേത്ര നിലവറകളിലെ സ്വർണം സമൃദ്ധിയുടെ തെളിവല്ല, അത് ഇവിടുത്തെ ഭരണാധികാരികൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ വികസനത്തിൻ്റെ തെളിവാണ്. സംഘികളുടെ ഈ അവകാശവാദത്തിൻ്റെ പൊള്ളത്തരം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി 5 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം നാം കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും സംഘികൾ അടിച്ചുവിടുന്ന ഇത്തരം നരേഷൻ്റെ പൊള്ളത്തരം എത്ര ആഴമേറിയതാണ് എന്ന്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ തെളിയുന്നത്, ഇന്ത്യയിൽ താമസിക്കുന്ന നമുക്ക് മുമ്പിൽ തെളിയുന്നത് 2 വ്യത്യസ്ത സംസ്കാരങ്ങളുടെ വികസന കാഴ്ചപ്പാടുകളാണ്. ആർഷഭാരത സംസ്കാരവും യൂറോപ്യൻ ക്രൈസ്തവ സംസ്കാരവും. ഈ 2 സംസ്കാരങ്ങളും സഞ്ചരിച്ചത് 2 വിപരീത ദിശകളിലാണെന്ന് കാണാം. ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാന കാരണം മനുഷ്യൻ എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഈ 2 സംസ്കാരങ്ങളും നൽകിയ ഉത്തരങ്ങളിലാണ് ഇരിക്കുന്നത്. യൂറോപ്പിൽ മനുഷ്യാവകാശങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അടിത്തറയായത് മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന യൂത ക്രിസ്ത്യൻ ദർശനമാണ്, അവരുടെ വിശ്വാസമാണ്. ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും ഉണ്ടെന്ന ഈ തിരിച്ചറിവാണ് അവിടെ മനുഷ്യ സേവനം ഈശ്വര സേവനമായി മാറാൻ കാരണം. ദൈവത്തിൻ്റെ ഛായയുള്ള മനുഷ്യൻ്റെ വളർച്ചയ്ക്കായി സമ്പത്ത് വിനിയോഗിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് അവിടെ പള്ളികൾക്കൊപ്പം പള്ളിക്കൂടങ്ങളും സർവകലാശാലകളും ആശുപത്രികളും അനാഥാലയങ്ങളും ഒക്കെ ഉയർന്നു വന്നത്. സമ്പത്ത് ദൈവാലയങ്ങൾക്ക് മാത്രമല്ല മനുഷ്യൻ്റെ പുരോഗതിക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആവശ്യമാണെന്ന് ആ സംസ്കാരം തിരിച്ചറിഞ്ഞു. യൂറോപ്പിലെ ക്രൈസ്തവ മൂല്യങ്ങൾ കാലക്രമേണ മനുഷ്യ സേവനത്തിനും വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സാമൂഹിക ക്രമത്തിലേക്ക് വഴിമാറുകയുണ്ടായി. അവിടെ സമ്പത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള ഉപാധിയായി തീർന്നു. നേരെ മറിച്ച് ആർഷ സംസ്കാരം മനുഷ്യനെ കണ്ടത് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ കണ്ണിലൂടെയാണ്. ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് ജനിച്ച ബ്രാഹ്മണൻ ഉന്നതനാണെന്നും പാദത്തിൽ നിന്ന് ജനിച്ചവരാണ് ശൂദ്രരെന്നും ശരീരത്തിലെ അഴുക്കുകളിൽ നിന്നുണ്ടായവരാണ്, മാലിന്യങ്ങളിൽ നിന്നുണ്ടായവരാണ് അവർണരെന്നുമുള്ള അന്ധവിശ്വാസം ഒരു ജനതയെ തന്നെ അടിമകളാക്കി മാറ്റി. മനുഷ്യൻ തുല്യനല്ല എന്ന ഈ ബോധം ശൂദ്രനും അതിനെ താഴെയുള്ളവർക്കും എതിരെ നടന്ന കൊടിയ ചൂഷണങ്ങൾക്ക് അവരുടെ ദൈവികമായ ന്യായീകരണം നൽകി. കർമ്മഫലം എന്നും വിധി എന്നും പറഞ്ഞ് ദാരിദ്ര്യത്തെയും അടിമത്തത്തെയും അത് ന്യായീകരിച്ചു. ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ ഉയർന്നപ്പോൾ അതിന് താഴെ ജീവിച്ച മനുഷ്യരുടെ ജീവിത നിലവാരം തകർന്നുപോയി. സമ്പത്ത് മുഴുവൻ ക്ഷേത്രങ്ങളിൽ കുമിഞ്ഞുകൂടിയപ്പോൾ പുറത്ത് മനുഷ്യർ പട്ടിണി കിടന്നു. മനുഷ്യനെ വസുദൈവ കുടുംബകം എന്നൊക്കെ ഇവർ തള്ളിമറിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ പേരിൽ ഭൂരിപക്ഷം മനുഷ്യരെയും ചവിട്ടി മെതിക്കുകയാണ് അത് ചെയ്തത്. സമ്പത്ത് ക്ഷേത്രങ്ങളുടെ ഇരുട്ടറകളിൽ പൂട്ടിയിടാനും മനുഷ്യരെ കൊണ്ട് നിർബന്ധിതമായി പണിയെടുപ്പിക്കാനും അറിവ് അല്ലെങ്കിൽ വിജ്ഞാനം വലിയൊരു വിഭാഗത്തിന്, ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് നിഷേധിക്കാനും ഈ വ്യവസ്ഥിതി കാരണമായി. ദൈവഛായയുള്ള മനുഷ്യനെ ആദരിക്കാൻ യൂറോപ്പ് സമ്പത്ത് ഉപയോഗിച്ചപ്പോൾ അശുദ്ധരായ മനുഷ്യരെ ചവിട്ടിമെതിച്ച് കൽവിഗ്രഹങ്ങളെ ആദരിക്കാനാണ് ഇന്ത്യ സമ്പത്ത് ഉപയോഗിച്ചത്. മനുഷ്യനിൽ ദൈവസ്വരൂപത്തെ ദർശിച്ച ക്രൈസ്തവ സംസ്കാരം വികസനത്തിൻ്റെ പുതിയ മാതൃകകൾ തീർത്തപ്പോൾ മനുഷ്യനിൽ ജാതിയും അശുദ്ധിയും ദർശിച്ച ആർഷഭാരത സംസ്കാരം സമ്പത്ത് നിലവറകളിൽ പൂട്ടിവെച്ചുകൊണ്ട് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ യൂറോപ്പ് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് വികസനം കൊണ്ടുവന്നപ്പോൾ ആർഷഭാരത സംസ്കാരം ഇവിടെയുള്ള മനുഷ്യരുടെ ജീവനെയും ജീവിതങ്ങളെയും ബലി കൊടുത്തുകൊണ്ട് ദൈവങ്ങളെ മഹത്വവൽക്കരിക്കാനാണ് അല്ലെങ്കിൽ ദൈവങ്ങളെ പ്രീണിപ്പിക്കാനാണ് ശ്രമിച്ചത്. യൂറോപ്പ് മനുഷ്യനിലേക്ക് വളർന്നപ്പോൾ ഇന്ത്യ കല്ലുകളിലേക്കും വിഗ്രഹങ്ങളിലേക്കും ചുരുങ്ങിപ്പോയി. മനുഷ്യനെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന വികസന മാതൃകയും മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തി ദൈവങ്ങളെ ഉയർത്തുന്ന വികസന മാതൃകയും തമ്മിലുള്ള പോരാട്ടമാണ് ചരിത്രം. നിർഭാഗ്യവശാൽ നമ്മുടെ, അതായത് ഇന്ത്യക്കാരുടെ സുവർണ കാലഘട്ടം എന്ന് നാം വിളിക്കുന്നത്
മനുഷ്യൻ ഏറ്റവും കൂടുതൽ തോറ്റുപോയ കാലഘട്ടത്തെയാണ്. കെട്ടിടങ്ങളല്ല, മനുഷ്യനാണ് വലുത് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ വികസനത്തിൻ്റെ അടിത്തറ. ആ അടിത്തറയില്ലാത്ത ഏത് സംസ്കാരവും മനുഷ്യത്വ വിരുദ്ധമാണ്. അതുകൊണ്ട് യഥാർത്ഥ വികസനത്തിൻ്റെ മാനദണ്ഡം വളരെ ലളിതമാണ്. ഒരു സമൂഹം മനുഷ്യനെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രതിരൂപമായിട്ടാണോ അതോ പാദത്തിനടിയിലെ വെറും സേവകനായിട്ടാണോ എന്നത് മാത്രമാണത്. മനുഷ്യൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നിടത്ത് മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകുകയുള്ളൂ. ശാഖയിൽ നിന്നും മൂത്ത സംഖ്യകൾ കൊടുക്കുന്ന ചാണക ന്യായീകരണ ക്യാപ്സൂളുകൾ ഞങ്ങളുടെ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ ഛർദ്ദിച്ചു വയ്ക്കുന്ന എല്ലാ ചാണക സംഖ്യകളോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് തലച്ചോറില്ല എന്ന് നിങ്ങളുടെ യജമാനന്മാർക്കറിയാം, നന്നായിട്ട് തന്നെ അവർക്കതറിയാം. അതുകൊണ്ടാണ് അവർ നിങ്ങൾക്കിങ്ങനെയുള്ള ന്യായീകരണ ക്യാപ്സൂളുകൾ തന്നുവിടുന്നത്. പക്ഷേ ഇവിടെ കൊണ്ടുവന്നത് ഛർദ്ദിച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പ്രബുദ്ധരായ പ്രേക്ഷകർ ദൈവകൃപയാൽ അവരുടെ തലച്ചോറ് ആർക്കും പണയപ്പെടുത്താത്തവരാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവരത് ഉപയോഗിക്കുന്നവരാണ്. അവരുടെ മുമ്പാകെ നിങ്ങൾ ഇത്തരം വാദങ്ങൾ വയ്ക്കുമ്പോൾ കൂടുതൽ അപമാനിതരായി നിങ്ങൾ മാറുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾ മറക്കരുത്, എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് ഇനിയെങ്കിലും ഇമാതിരി വൃത്തികെട്ട കമൻറ്റുകളുമായി ഈ വഴി വരാതിരിക്കുക സംഖ്യകളെ. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.